അപ്പോൾ നമ്മളുടെ ശരീരത്തിൽ നിന്ന് ഗ്ലൂക്കോസിൻ്റെ അളവ് അല്ലെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ ഡെപ്പോസിറ്റ് കുറക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പരിഹാരം. 2 മാർഗങ്ങളാണ്. ഒന്ന് ഞാൻ പറഞ്ഞു, ഭക്ഷണത്തിൽ നിന്ന് ഗ്ലൂക്കോസ് കുറക്കുക, ഗ്ലൂക്കോസിൻ്റെ ഇൻടേക്ക് അകത്തേക്കുള്ള വരവില്ലാതെയാക്കുക. എന്നാൽ ഗ്ലൂക്കോസ് ഇല്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കുക. ഒന്ന്, ഗ്ലൂക്കോസുള്ള ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുക. പരമാവധി പറഞ്ഞാൽ പരമാവധി നമ്മൾ കഴിയുന്നത്ര കുറച്ചാൽ അത്രയും പെട്ടെന്ന് അതിൻ്റെ ഫലം കിട്ടും. രണ്ടാമത്തെ, ശരീരത്തിലുള്ള ഗ്ലൂക്കോസ് അതേപോലെ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഫാറ്റ് ഡെപ്പോസിറ്റ് ഇത് കത്തിച്ച് കളയണം, ഇല്ലാതെയാക്കണം. അതെങ്ങനെ? അതിനുള്ളൊരു മാർഗം, ഭക്ഷണം കുറേ സമയത്തേക്ക് കഴിക്കാതിരിക്കുക എന്നുള്ളതാണ്. ആദ്യം പറഞ്ഞത് ഗ്ലൂക്കോസ് ഇല്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കാം, ഓക്കെ, ഒരളവ് വരെ അതിൻ്റെ ഇഫക്റ്റ് കാണും. രണ്ടാമത്തെ സ്റ്റേജിൽ എല്ലാ ഭക്ഷണങ്ങളും കുറച്ച് സമയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എന്തിനു പറയുക കഴിവനുസരിച്ച്. രാത്രി ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ 7 മണിക്ക് ഭക്ഷണം കഴിച്ചു, രാവിലെ 7 മണി വരെ സാധാരണ രീതിയിൽ നമ്മളൊന്നും ഭക്ഷണം കഴിക്കാറില്ല. 8 മണിക്ക് 9 മണിക്കൊക്കെ കഴിക്കുന്നവരുണ്ടാവും. പക്ഷേ അത് നമുക്ക് 7 മണിക്ക് വേണമെങ്കിൽ നിർത്താവുന്നുള്ളൂ, പിന്നെ ഭക്ഷണം കഴിക്കണ്ടെന്ന് നോക്കുക. രാവിലെ 7 മണി വരെ നമ്മൾ ഉറക്കവും കാര്യമൊക്കെ ആയിട്ട് പിന്നെ ഭക്ഷണം കഴിക്കേണ്ട ആവശ്യം വരില്ല. ഈ 7 മണി മുതൽ 7 മണി വരെ 12 മണിക്കൂർ യഥാർത്ഥത്തിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത്രയും സമയം നമ്മളെ ശരീരത്തിൽ ഇൻസുലിൻ പ്രൊഡക്ഷൻ നടക്കില്ല. ഭക്ഷണം കഴിച്ച് കുറച്ച് നേരത്തിനുണ്ടാവും, പിന്നെ ഉണ്ടാവില്ല. പിന്നെ ഈ ഗ്ലൈക്കോജൻ എന്ന സാധനം ഇങ്ങോട്ട് വരിക ചെയ്യുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല, എന്നാൽ ഡെപ്പോസിറ്റ് ഇങ്ങോട്ട് വരാനുള്ളൂ. ഒരു 7 മണിക്ക് ഭക്ഷണം കഴിച്ചൊരു 10-12 മണിയാവുന്നതോടുകൂടി ഇൻസുലിൻ പ്രൊഡക്ഷൻ ആൾമോസ്റ്റ് നിൽക്കും എന്ന് പറഞ്ഞാൽ പിന്നെ ഫാറ്റ് ഡെപ്പോസിറ്റ് ഉണ്ടാവില്ല, തിരിച്ചിങ്ങോട്ട് വരെ ചെയ്യാം. അതാണ് നമുക്ക് ആവശ്യം. പിന്നെ രാവിലെ 7 മണി വരെ നമുക്ക് സാധാരണ രീതിയിൽ പുതിയതായിട്ട് ഫാറ്റൊന്നും ഡെപ്പോസിറ്റ് വരില്ല. ഈ രാവിലെ 7 മണിക്ക് നമ്മൾ സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ വീണ്ടും ഇൻസുലിൻ്റെ അളവ് കൂടും, ഫാറ്റ് ഡെപ്പോസിറ്റ് കൂടും. അപ്പോൾ അത് ആ ഒരു സമയം, ആ 7 മണി എന്നുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് നമ്മൾ പറയുന്ന സമയം, ഫാസ്റ്റ് അല്ലെങ്കിൽ വ്രതം നമ്മൾ മുറിക്കുന്ന സമയം രാവിലെ 7 മണി എന്നുള്ളത് നമ്മൾ ഉച്ചയ്ക്ക് ഒരു 12 മണിയൊക്കെ കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒരു 12+5 ഒരു 17 മണിക്കൂർ നമ്മൾ ഭക്ഷണം കഴിക്കാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ ഇൻസുലിൻ്റെ അളവ് ഒരുപാട് കുറയും. നമ്മളാവശ്യം അതാണ്, ഇൻസുലിൻ കുറക്കണം, ഇൻസുലിൻ പ്രൊഡക്ഷൻ കുറക്കണം. ഇൻസുലിൻ പ്രൊഡക്ഷൻ കുറയുമ്പോഴേ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയുള്ളൂ. അപ്പോൾ ഫാസ്റ്റിംഗ് ആണ് ശരീരത്തിൽ നിലവിലുള്ള കൊഴുപ്പിൻ്റെയും ഗ്ലൂക്കോസിൻ്റെയും അളവ് കുറക്കാനുള്ള മാർഗം. ഇൻസുലിൻ പ്രൊഡക്ഷൻ കുറക്കുക എന്നുള്ളതാണ്. ഇൻസുലിൻ പ്രൊഡക്ഷൻ ഉണ്ടാവില്ല, നമ്മൾ ഭക്ഷണം കഴിക്കാതെ ഇൻസുലിൻ പ്രൊഡക്ഷൻ ഉണ്ടാവില്ല, അപ്പോൾ ഫാറ്റ് ഡെപ്പോസിറ്റ് ഉണ്ടാവില്ല, ഗ്ലൈക്കോജൻ തിരിച്ചിങ്ങോട്ട് വരും ബ്ലഡിലേക്ക്. അത് കുറേ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഗ്ലൈക്കോജൻ്റെ സ്റ്റോർ തീരും എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് ഇല്ലാതെ കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിന് ഊർജ്ജം ആവശ്യമുണ്ട്. അപ്പോൾ പിന്നെ അടിയിലേക്ക് പോകും, നേരത്തെ പറഞ്ഞ ഫ്രീസർക്ക് പോകും, പറഞ്ഞാൽ ഫാറ്റിലേക്ക് പോകും. ഈ ഫാറ്റ് കുറേശ്ശെ എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങും ശരീരം. അതിനാണ് ഫാറ്റ് അവിടെ കിടക്കുന്നത്. എമർജൻസി കേസിൽ ഗ്ലൂക്കോസ് കിട്ടാതെ ആകുമ്പോൾ ഫാറ്റ് ഉപയോഗിക്കുന്ന രീതിൻ്റെ ശരീരത്തിന്. അങ്ങനെയാണ് പഠിച്ചാൽ അതിൻ്റെ ഒരു ഏർപ്പാട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഫാറ്റ് കുറേശ്ശെ എടുത്ത് തീർക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം. ഈ ഒരു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അതാണ് ഇടവിട്ടുള്ള ഈ ഫാസ്റ്റിംഗ്. ഒരു ദിവസം ഇപ്പോൾ നമ്മൾ വൈകുന്നേരം 7 മുതൽ പിറ്റേന്ന് ഉച്ചയ്ക്ക് 12 മണി വരെ ഭക്ഷണം കഴിക്കുന്നില്ല. ഒരാൾക്കത് വൈകുന്നേരം അടുത്ത 7 മണി വരെ വെക്കുന്നത് 24 മണിക്കൂർ കൊണ്ടുപോകാൻ പറ്റിയാൽ വളരെ നല്ലത്. പട്ടിണി എടുക്കുമ്പോൾ വെള്ളം കുടിക്കാം, അതേമാതിരി ചായ കാപ്പി ഇതൊക്കെ കുടിക്കാം. പക്ഷേ അതിനകത്തൊക്കെ ഗ്ലൂക്കോസിൻ്റെ അളവ് ഇല്ലയെന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ വളരെ ചെറിയ നേരിയ അളവിൽ 1/2 സ്പൂൺ മധുരം ഇട്ടാലും വലിയ പ്രശ്നം ഉണ്ടാവില്ല. അല്ലാത്ത ചോറ് മറ്റേ ഭക്ഷണം ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഒഴിവാക്കുക. ഒരു ഭക്ഷണം കഴിക്കാതെ വെറും വെള്ളം ഇങ്ങനത്തെ ദ്രാവകങ്ങളും മാത്രം കഴിച്ചിട്ട് ഒരു 18 മുതൽ 24 മണിക്കൂർ വരെ നമുക്ക് ഫാസ്റ്റ് ചെയ്യാൻ പറ്റും. പിറ്റത്തെ ദിവസം അത്യാവശ്യം ഭക്ഷണം കഴിച്ചോളൂ, പക്ഷേ അതും ഗ്ലൂക്കോസ് ഇല്ലാത്തത്. 3-ാമത്തെ ദിവസം വീണ്ടും ഫാസ്റ്റ് ചെയ്യാം. ഇങ്ങനെ ഇടവിട്ട് നമ്മൾ ഫാസ്റ്റ് ചെയ്ത ക്രമേണ ഇങ്ങനെ ശരീരത്തിനകത്തുള്ള ഗ്ലൈക്കോജനും ഫാറ്റും എല്ലാം ഇങ്ങനെ തീർന്നു തുടങ്ങി, സ്റ്റോക്ക് തീർന്നു. പ്രാവശ്യം ഉപയോഗിച്ച് തുടങ്ങി കരളൊക്കെ നിറഞ്ഞിരിക്കുന്ന കരളിനകത്തുനിന്നൊക്കെ ഫാറ്റ് കുറേ പോകുമ്പോൾ ഫ്രീ ആവും. നമുക്ക് അതിനനുസരിച്ച് ഇൻസുലിൻ റെസിസ്റ്റൻസും കുറഞ്ഞുകൊണ്ടിരിക്കും. കുറേ കാലം കൊണ്ട് അല്ലെങ്കിൽ 1 കൊല്ലം കൊണ്ടോ 2 കൊല്ലം കൊണ്ടൊക്കെ ചിലപ്പോൾ ഇതേ പ്രോസസ്സ് മുന്നോട്ട് പോകുകയാണെങ്കിൽ പാൻക്രിയാസിനകത്തുനിന്ന് ഫാറ്റുകളില്ലാതെയാവും. പാൻക്രിയാസിൽ ഐസിലകത്തുനിന്ന് ഫാറ്റുകളില്ലാതെ കഴിഞ്ഞാൽ അതിൻ്റെ സെൻസിറ്റിവിറ്റി കൂടും.
ഇൻസുലിൻ പ്രൊഡക്ഷൻ ഉണ്ടാവും, ആവശ്യത്തിന് ഉള്ള നേരത്ത് മാത്രം, അതായത് ഭക്ഷണം കഴിച്ചാലുണ്ടാകുന്ന അത് ആവശ്യമാണ്, അതുണ്ടാവും. അപ്പോൾ ഈ 2 രീതിയിലും ഇത് ക്ലിയർ ആയിട്ട് വരും. ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസും കുറയാൻ തുടങ്ങും, പോസ്റ്റ് പാനിൽ കുറയാൻ തുടങ്ങും. എല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒറ്റയടിക്ക് എല്ലാ മരുന്നുകളൊക്കെ നിർത്തിയിട്ട് ഇതങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ കാർബോഹൈഡ്രേറ്റ് ഒന്നും കഴിക്കുന്നില്ല, ഗ്ലൂക്കോസ് ഒന്നും കഴിക്കുന്നില്ല എങ്കിൽ പോലും ആൾറെഡി അവിടെയുള്ള സ്റ്റോക്ക് ഉണ്ടല്ലോ, കരളിലും മറ്റടുത്തുള്ള സ്റ്റോക്ക്, അതെല്ലാം തിരിച്ച് ബ്ലഡ് കണ്ട് വരും, അത് ഒറ്റയടിക്കൊണ്ട് വരും. അതാണ് പ്രശ്നം. ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ പറ്റ കുറയുന്നതോടുകൂടി റെസിസ്റ്റൻസ് ഇല്ല, അങ്ങോട്ട് പുറത്തേക്ക് വരാനൊരു ഇതില്ല, അങ്ങോട്ട് തള്ളുന്നൊരു പ്രോസസ്സ് ഇൻസുലിൻ ചെയ്യുന്നത്. ആ ഇൻസുലിൻ ഇല്ലെങ്കിൽ ഇതെല്ലാം കൂടി ഒറ്റയടിക്കൊണ്ട് ഒഴിഞ്ഞ് വരും, ബലൂൺ ഇങ്ങോട്ട് ഇതിൻ്റെ കെട്ടയച്ച മാതിരി ഉണ്ടാവും. ആ ബ്ലഡിൽ ഒറ്റയടിക്ക് ഗ്ലൂക്കോസ് പിന്നെയും കൂടാൻ തുടങ്ങും. അപ്പം അങ്ങനെ കൂടാതെക്കാൻ വേണ്ടിയിട്ട് ക്രമേണ ഒരു സ്റ്റെപ്പായിട്ട് 1 മാസം കഴിഞ്ഞിട്ട് ഒരു ഗുളിക കുറക്കുക, അല്ലെങ്കിൽ ഇൻസുലിൻ ആണെങ്കിൽ അതിൻ്റെ അളവ് പകുതി. ഇൻസുലിൻ എടുക്കുന്നവർ ഒന്നും കൂടി ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാർബോഹൈഡ്രേറ്റ് ഒന്നും കഴിച്ചിട്ടില്ലെങ്കിൽ ഈ ഇൻസുലിൻ കുത്തിവെപ്പുള്ളവർക്ക് ചിലപ്പം പെട്ടെന്ന് താഴോട്ട് വരാൻ സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ ബിലോ ഹൈപ്പോ ഗ്ലൈസീമിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്, ബോധക്കേടും ചിലപ്പോൾ മരണം വരെ സംഭവിക്കും. അത് നമുക്ക് കറക്റ്റ് മോണിറ്റർ ചെയ്തിട്ടല്ലാതെ ചെയ്യരുത്. ഒരു യൂണിറ്റ് പകുതി കുറച്ചിട്ട് നോക്കുക, എന്നിട്ട് ഷുഗർ കൂടുന്നില്ലെങ്കിൽ അങ്ങനെ കുറച്ച് നേരം അങ്ങനെ പോയിട്ട് പിന്നെ കുറച്ചും കൂടി കുറക്കുക, അങ്ങനെ അത് ശരിക്കും ഗ്ലൂക്കോസ് മോണിറ്റർ ചെയ്തിട്ട് തന്നെ ചെയ്യണത്, അപകടമൊന്നും വരുത്തിയേക്കരുത്. അതേമാതിരി ഗുളികളുടെ കാര്യത്തിലാണെങ്കിലും ഓരോ ടൈം വെച്ചിട്ട് 1 മാസം കഴിഞ്ഞിട്ട് ഒരു ഗുളിക അല്ലെങ്കിൽ അര ഗുളിക കുറക്കുക, അങ്ങനെ കുറച്ചിട്ട് ക്രമേണ ഒരു 6 മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു കൊല്ലം കൊണ്ടോ മരുന്നുകൾ കംപ്ലീറ്റ് വിട്ടുകളയാൻ കഴിയുന്നൊരവസ്ഥ വരും. ഫാസ്റ്റിങ്ങും അതേമാതിരി തന്നെ ലോ കാർബണേറ്റ് LCHF ലോ കാർബ് ഡയറ്റും കണ്ടിന്യൂ ചെയ്യണം. പിന്നെയും കണ്ടിന്യൂ 1 കൊല്ലം 1.5 കൊല്ലം കൊണ്ട് അത്രയും കൊണ്ടുപോയി നമ്മൾ അവസാനം നമ്മളെ ഫാറ്റ് റിസർവുകളെല്ലാം ആൾമോസ്റ്റ് എക്സോസ്റ്റഡ് ആയി എന്ന് നമുക്ക് ബോധ്യമാകുന്നൊരവസ്ഥ ഉണ്ടാവും. പിന്നെ ഈ പറഞ്ഞ പോസ്റ്റ് പാൻഡിയൽ ഗ്ലൂക്കോസൊക്കെ നോർമലായി എന്ന് പറഞ്ഞാൽ നമ്മളെ പാൻക്രിയാസിനകത്തുള്ള ബീറ്റാ സെല്ലെല്ലാം പഴയമാതിരി പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഓക്കെ, യു ആർ നോ മോർ ഡയബറ്റിക്. ഒരു ഗുളികകൾ കഴിക്കുന്നില്ല, നിങ്ങളെ രക്തത്തിലെ ഗ്ലൂക്കോസ് കൂടുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡയബറ്റിക് അല്ലാതെ. ഇതാണ് പ്രോസസ്സ്. ഒരു കൊല്ലം എന്തായാലും നിങ്ങൾ ആ ഒരു ക്രമേണ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നവരെയൊക്കെ നിങ്ങൾ ഈ ഭക്ഷണ രീതികളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് നോർമലായിട്ട് കഴിക്കാം. വീണ്ടും നിങ്ങൾ പഴയമാതിരി കണ്ടമാനം കാർബോഹൈഡ്രേറ്റ് കഴിക്കാൻ തുടങ്ങിയാൽ കുറേ സമയം കൊണ്ട് വീണ്ടും നിങ്ങൾ ഡയബറ്റിക് ആവും, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ഈ ഭക്ഷണം കഴിക്കലാണോ പ്രധാനം, അതെല്ലാം നിങ്ങളെ കാല് മുറിക്കുന്നതിന് അല്ലെങ്കിൽ കിഡ്നി ഡാമേജ് ആകുന്നതിന് ഒഴിവാക്കലാണോ പ്രധാനം, അത് നമ്മൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഒരുപാട് ഭക്ഷണം കഴിക്കലാണ് ജീവിതത്തിലെ പ്രധാന ലക്ഷ്യം എന്നുണ്ടെങ്കിൽ നിവൃത്തില്ല, നിങ്ങളിതൊക്കെ അനുഭവിക്കേണ്ടി വരും. അതല്ല, നിങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ ഭക്ഷണം മാത്രം കഴിച്ചിട്ട് നോർമലായിട്ടുള്ള ഭക്ഷണം, അതിൽ തന്നെ ആവശ്യത്തിന് മാത്രം ഗ്ലൂക്കോസുള്ള നോർമൽ ഭക്ഷണം കഴിച്ചിട്ട് കുറഞ്ഞ അളവിൽ ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾക്ക് ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ പറ്റും. പിന്നീട് ഒരിക്കലും നമുക്ക് പ്രമേയ രോഗമില്ലാതെ ജീവിക്കാൻ കഴിയും. ഇതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. എന്ന് പറഞ്ഞാൽ റിവേഴ്സിങ് ഡയബറ്റിക്സ്, പ്രമേയ രോഗത്തിന് ഇങ്ങോട്ട് തിരിക്കണം, ഇല്ലാത്ത അവസ്ഥയ്ക്ക് കൊണ്ടുപോകാം. ഒരു 25-30 വയസ്സിന് പ്രമേയം ഇല്ലാത്തൊരവസ്ഥ നമ്മൾ എങ്ങനെയുള്ള ജീവിതത്തിലുണ്ടായിരുന്നു അതേ അവസ്ഥയ്ക്ക് തിരിച്ചു കൊണ്ടുവരും. യാതൊരു മരുന്നില്ല, ഇൻസുലിനില്ല, ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് വളരെ നോർമൽ, ഈ അവസ്ഥയിലെത്തിക്കുന്നില്ലതാണ് എൻ്റെ ഉദ്ദേശം. ഇതാണ് ഇതിൻ്റെ ചുരുക്കം. ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ, ഇതിൻ്റെ എന്തെങ്കിലും പറയുക, മെറ്റബോളിസം മറ്റത് വളരെ കാര്യങ്ങൾ കുറേ ഡീറ്റെയിൽ ആയി പറയാനുണ്ട്. അതൊന്നും ഇപ്പോൾ തൽക്കാലം നമുക്ക് അടുത്ത ക്ലാസ് ഒരു ഇതിൽ ടോക്കിൽ വേണമെങ്കിൽ ഇതാക്കാം. പക്ഷേ ഇതിൻ്റെ ചുരുക്കം അതാണ്. ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്നതുകൊണ്ടുണ്ടാകുന്നൊരു അസുഖമാണ് ഡയബറ്റീസ്. അത് ഗ്ലൂക്കോസിൻ്റെ അളവ് കുറച്ച് കഴിഞ്ഞാൽ ഭക്ഷണത്തിൻ്റെ അളവ് കുറക്കുക, അതിൽ പ്രത്യേകിച്ചും കാർബോഹൈഡ്രേറ്റിൻ്റെ ഗ്ലൂക്കോസിൻ്റെ അളവ് പരമാവധി കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയബറ്റിക് അല്ലാത്ത അവസ്ഥയ്ക്ക് തിരിച്ചു വരാൻ പറ്റും. ഇതാർക്കും പരീക്ഷിക്കാവുന്നതാണ്. ഒരു 3-4 ദിവസത്തെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ബ്ലഡ് ഗ്ലൂക്കോസ് പരിശോധിച്ച് നോക്കും, ഒരുപാട് കുറഞ്ഞിട്ടുണ്ടാവും. അത്യാവശ്യം നല്ല ലെവലിൽ താന്നിട്ടുണ്ടെങ്കിൽ, ഒരു 100-ൻ്റെയൊക്കെ താഴത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിങ്ങൾക്കൊരു ഗുളിയോ അല്ലെങ്കിൽ അര ഗുളിയോ കുറക്കാം. എന്നിട്ടും കൂടുന്നില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഒരു മാസം കഴിയുമ്പോൾ ഒരു ഗുളിയും കൂടി കുറക്കാം, അല്ലെങ്കിൽ അര ഗുളിയോ, ഇങ്ങനെ ക്രമേണ കുറച്ച് കൊണ്ടുവരും. ഒരു 6 മാസം കൊണ്ട് ഗുളികയിൽ ഒഴിവായി കിട്ടും, ഇൻസുലിൻ ഒഴിവായി കിട്ടും. പിന്നെ ഒരു 6 മാസം ഇത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ബീറ്റാ സെല്ലുകളൊക്കെ നോർമൽക്ക് വരാൻ തുടങ്ങും. ഇങ്ങനെ ഇതല്ലേ ഒരു വലിയ സംഗതിയല്ലേ ഇത്. നമ്മൾ ഒരിക്കലും സുഖപ്പെടില്ല എന്ന് കരുതിയിരുന്നൊരു അസുഖം പൂർണ്ണമായിട്ട് സുഖപ്പെടുത്താൻ കഴിയുന്നില്ല.
ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ മരുന്നുകൾ കൊണ്ടൊന്നും ഒരിക്കലും ഇത് സംഭവിക്കാൻ പോകില്ല. നമ്മൾ എന്ത് മരുന്ന് കഴിച്ചാലും എന്ത് പുതിയ മരുന്നായാലും ഇൻസുലിനായാലും വാട്ടർ ഇറ്റീസ് നമ്മൾക്കൊരിക്കലും പ്രമേഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ആദ്യം പറഞ്ഞാൽ ബ്ലഡ് ഗ്ലൂക്കോസ് കുറക്കാൻ പറ്റുന്നൊരു, പക്ഷേ പ്രമേഹ രോഗത്തിൽ നിന്ന് ഒരിക്കലും നമുക്ക് മുക്തി നേടാൻ പറ്റില്ല. അതിന് ഈ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. കാരണം പ്രമേഹം ഒരു ഡയറ്ററി രോഗമാണെന്ന് പറഞ്ഞാൽ ഭക്ഷണക്രമത്തിലുള്ള തകരാറ് കൊണ്ടുള്ള ഒരു രോഗമാണ്. അതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് ഭക്ഷണക്രമം ശരിയാക്കി എടുക്കുന്നത് മാത്രമാണ്. അതാണ് ഇപ്പോൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ട് വന്നത്. ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് കാർബോഹൈഡ്രേറ്റ് ഇല്ലാത്ത ഭക്ഷണങ്ങളിലേക്ക്, ലോ കാർബ്. അപ്പോൾ നമുക്ക് ശരീരത്തിന് ആവശ്യമായ ഊർജ്ജം എവിടെ നിന്ന് കിട്ടുന്നില്ല ചോദ്യം വരും. ആൾറെഡി നമ്മുടെ മേത്ത് ശരീരത്തിലുണ്ട്, ഫാറ്റായിട്ടും ഗ്ലൈക്കോജനായിട്ടും കിടക്കുന്നുണ്ട്, അത് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ എന്ത് ഭക്ഷണം കഴിക്കണം? ഫാറ്റുള്ള ഭക്ഷണം കഴിച്ചോളൂ. എന്താ കാരണം? ഫാറ്റ് ബ്ലഡിൽ എത്തിയാൽ ഒരിക്കലും നമ്മളെ ഇൻസുലിൻ കൂടില്ല. ഇൻസുലിൻ കൂടാതിരിക്കലാണ് നമ്മളെ ആവശ്യം. അപ്പോൾ ലോ കാർബ് ഹൈ ഫാറ്റ്, LCHF എന്ന് പറയും, അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ ഭക്ഷണം മാറ്റാം. എന്തൊക്കെ ഭക്ഷണം കഴിക്കാം? നമുക്ക് പലതും കഴിക്കാം. ബട്ടർ കഴിക്കാം, ബീഫ് കഴിക്കാം, വെളിച്ചെണ്ണ കഴിക്കാം, ഒലീവ് ഓയിൽ കഴിക്കാം, പച്ചക്കറികൾ എന്ത് വേണമെങ്കിലും കഴിക്കാം, എക്സെപ്റ്റ് കിഴങ്ങ് വർഗ്ഗങ്ങൾ ഒഴിവാക്കിയിട്ട്. ബീഫ്, മട്ടൺ, ഫിഷ്, മുട്ട ഇതെല്ലാം കഴിക്കാം. എല്ലാ വെജിറ്റബിൾസും, പ്രത്യേകിച്ച് ഇലക്കറികളൊക്കെ ധാരാളം കഴിക്കാം. ചീര, മറ്റു മറിച്ച് ഇതിനൊന്നും പ്രശ്നമില്ല. സാധാരണ നമ്മൾ രോഗത്തിനുള്ള ചികിത്സയാണ് മനസ്സിലാക്കണം. ഈ ഒരു ഭയങ്കര ഭീകരമായ ഒരു അവസ്ഥയ്ക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കണം. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു മാർഗ്ഗമാണ് പറയുന്നത്. അപ്പോൾ ചോറ് തിന്നുണ്ടാന്ന് പറയുമ്പോൾ ബേജാറാണ്ടാവും. കുറച്ച് കാലത്തിന് ചോറ് ഒഴിവാക്കില്ലാതെ നിവർത്തില്ല. അരി ഭക്ഷണങ്ങൾ കംപ്ലീറ്റ് ഒഴിവാക്കണം, ഗോതമ്പ് ഒഴിവാക്കണം, എല്ലാ ധാന്യങ്ങളും ഒഴിവാക്കണം, കിഴങ്ങ് വർഗ്ഗങ്ങൾ ഒഴിവാക്കണം, മധുരമുള്ള എല്ലാ സംഗതികളും, മധുര പലഹാരങ്ങളും, മധുരമായിട്ട് ബന്ധപ്പെട്ട ബേക്കറി ഐറ്റംസ്, ബിസ്ക്കറ്റ്, ബ്രെഡ്, പാസ്ത ഇതെല്ലാം ഒഴിവാക്കിയെങ്കിൽ, ഒഴിവാക്കാന്ന് പറഞ്ഞാൽ ആൾമോസ്റ്റ് സീറോക്ക് കൊണ്ടുവരണം. ഒരു 5% ചെറിയൊരളവിലൊക്കെ എപ്പോഴും ആഗ്രഹം ഉണ്ടെങ്കിൽ കഴിക്കുന്നതിന് വലിയ അപകടമില്ല. പക്ഷേ അതിനനുസരിച്ച് കുറച്ചും കൂടി നീളം വൈകുന്നു മാത്രം. പകരം ഇത്തരം ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുക. എന്താപ്പോൾ അതിന് കുഴപ്പം, അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഒരു 2 പ്ലേറ്റ് ചോറ് തിന്നാൽ കിട്ടുന്ന അതേ ഇഫക്റ്റ് കിട്ടും. നമുക്കൊരു 50 ഗ്രാം ബീഫ് നല്ല വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്ത് കഴിച്ചാൽ മതി. നല്ല ടേസ്റ്റുള്ള സാധനമല്ലേ. ബുദ്ധിമുട്ടുള്ളൊരു അങ്ങനത്തെ ഇടപാടൊന്നുമില്ല. അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഇടവിട്ട ദിവസങ്ങൾ, അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ ഒരു ദിവസം ആയിട്ട് നമ്മൾ ഫാസ്റ്റിങ്ങും ചെയ്യാം. ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നോമ്പ് മാതിരി വെള്ളം കുടിക്കാത്ത ഫാസ്റ്റിംഗ് അല്ല. വെള്ളവും കാപ്പിയോ ചായ അല്ലെങ്കിൽ സൂപ്പൊക്കെ കുടിക്കാം. അങ്ങനെ നമ്മൾ ഒരു 18 മണിക്കൂറോ 24 മണിക്കൂറോ ഭക്ഷണം ഇല്ലാത്തൊരവസ്ഥ, ഒരു വെള്ളം മാത്രമുള്ള അവസ്ഥയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല കുറയും ഇൻസുലിൻ. ഇതെന്നും വേണ്ട, ഒരു ദിവസം ചെയ്യാം. പിറ്റേന്ന് അത്യാവശ്യം ഭക്ഷണം കഴിക്കുക. അപ്പോഴും ഈ പറഞ്ഞ ഗ്ലൂക്കോസിൻ്റെ അളവ് പരമാവധി കുറച്ചിട്ടുള്ള ഭക്ഷണം കഴിക്കുക. പിറ്റേ ദിവസം ആണെങ്കിൽ വീണ്ടും ഇതാക്കാം. അല്ലെങ്കിൽ 2 ദിവസം നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് 1 ദിവസം ഫാസ്റ്റ് ചെയ്യാം. ഇതൊക്കെ നിങ്ങളെ കയ്യിൽ കിട്ടുന്നു. എത്രത്തോളം കൂടുതൽ നമ്മൾ ചെയ്യുന്നു അത്രത്തോളം ഇതിൻ്റെ സ്പീഡ് കൂടും. വേഗത്തിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. അത്രേ ഉള്ളൂ. അപ്പോൾ ഈ 2 സംഗതികൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് പകർത്താൻ കഴിഞ്ഞാൽ ഒരു കൊല്ലം കൊണ്ട്, മാക്സിമം ഒരു കൊല്ലം, 6 മാസം തന്നെ മിക്കവാറും ആൾക്കാർക്ക് മതിയാവും. വളരെ പഴക്കമുള്ള പ്രമേയമാണെങ്കിൽ ചിലപ്പോൾ 1 വർഷം കൊണ്ട്, 1 വർഷം വരെ നീളാം. അതിൻ്റെ ആദ്യത്തെ 6 മാസം കൊണ്ട് മരുന്നുകളിൽ നിന്നും ഇൻസുലിൻ നിന്നൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റും. അടുത്ത 6 മാസം കൊണ്ട് ഈ ഡയബറ്റീസ് എന്ന അസുഖത്തിൽ നമുക്ക് പൂർണ്ണമായിട്ട് രക്ഷപ്പെടാൻ പറ്റും. ആദ്യം പറഞ്ഞ മാതിരി പിന്നീടുള്ളൊരു നിയന്ത്രണമുള്ള ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഒരിക്കലും അസുഖം വരില്ല. ആർക്കും വേണമെങ്കിലും പരീക്ഷിക്കാവുന്നതാണ്. ഇതിന് പ്രത്യേകിച്ചൊരു ഇതിന് പറയുക റിസ്ക് ഒന്നുമില്ല. അതിനകത്ത് ഒരു മരുന്നൊന്നും പുതിയതായിട്ട് പറയുന്നില്ല. ഭക്ഷണ രീതി, ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ചിലത് ഒഴിവാക്കാന്നല്ലേ ഉള്ളൂ, അല്ലാതെ പുതിയതായിട്ടൊന്നും കഴിക്കാനൊന്നും പറയുന്നില്ല. ശ്രമിച്ചു നോക്കൂ. 2-3 ദിവസം ചെയ്തിട്ട് നിങ്ങൾ ബ്ലഡ് ഗ്ലൂക്കോസ് നോക്കുക, നല്ല കുറവുണ്ടാവും. പിന്നെ നിങ്ങൾ തന്നെ ചെയ്തോളും, നിങ്ങൾക്ക് മനസ്സിലാവും സംഗതി എന്താണെന്നുള്ളത്. ഒറ്റ കാര്യം ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കാനുള്ളത്, ഇൻസുലിൻ എടുക്കുന്നവർ ശ്രദ്ധിക്കണം. അതിൻ്റെ അളവ് കുറക്കേണ്ടി വരും. കാരണം ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഷുഗർ ഡ്രോപ്പ് വന്നു കഴിഞ്ഞാൽ അപകടമാണ്. അപ്പോൾ രാവിലെ ഒരു ദിവസം തുടങ്ങുന്ന ദിവസം രാവിലെ ഷുഗർ നോക്കുക. ഒരു 150 ഉണ്ടെങ്കിൽ 160 ഉണ്ടെങ്കിൽ പ്രശ്നമില്ല. അതേസമയത്ത് ഒരു 120 ഉള്ളെങ്കിൽ ഭക്ഷണം കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അന്നത്തെ ഇൻസുലിൻ നിങ്ങൾ എടുക്കാക്കണം. അല്ലെങ്കിൽ 30 യൂണിറ്റ് എടുക്കുന്നതിനാണെങ്കിൽ 15 യൂണിറ്റ് ആക്കി കുറക്കുക. എന്നിട്ട് ഈ പറഞ്ഞ മാതിരി ഗ്ലൂക്കോസ് ഇല്ലാത്ത ഭക്ഷണം അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് ആയിട്ട് പിറ്റേന്ന് രാവിലെ നോക്കും ഇൻസുലിൻ. ഷുഗർ കൂടിയിട്ടില്ലെങ്കിൽ അങ്ങനെ തന്നെ കുറച്ച് ദിവസം പോട്ടെ. ആ ലെവലിൽ പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പിന്നെ വീണ്ടും കുറച്ച് കുറയ്ക്കുക ഇൻസുലിൻ.
അങ്ങനെ ക്രമേണ കുറച്ച് ഒരു 6 മാസം കൊണ്ട് നോ ഇൻസുലിൻ കയറുക, അല്ലെങ്കിൽ ഒരു 3 മാസം കൊണ്ട് തന്നെ ചിലപ്പം ഒഴിവാക്കി കിട്ടും. അത്ര വലിയ പീരീഡൊന്നുമല്ല, കാരണം 10-15 കൊല്ലമായിട്ട് ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും നമ്മളൊക്കെ പലരും. പുതിയ തുടങ്ങുന്ന ആൾക്ക് ഇതൊന്നും വേണ്ടിയല്ല, കാരണം ചെറിയൊരു ഗുളിയൊക്കെ കഴിക്കുന്നുണ്ടാവുള്ളൂ. ഓരോരു മാസം കൊണ്ട് തന്നെ അത് ഒഴിവാക്കി കിട്ടും. ഈ കൂട്ടത്തിൽ ഈ ലോ കാർബ് ഹൈ ഫാറ്റ് ഡയറ്റ് കഴിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് എക്സസൈസും കൂടി ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി സ്പീഡപ്പ് ആയി കിട്ടും. കാരണം ശരീരത്തിലുള്ള കാർബോഹൈഡ്രേറ്റിനെ കുറേ നമുക്ക് കത്തിച്ച് കളയാൻ പറ്റും. എക്സസൈസിൻ്റെ ഒരു പ്രശ്നമാണ് ഈ കാർബോഹൈഡ്രേറ്റിൻ്റെ ഇൻടേക്ക് നമ്മൾ കുറക്കാത്തടത്തോളം, അല്ലെങ്കിൽ ഗ്ലൂക്കോസ് കഴിക്കുന്നത് നമ്മൾ കുറച്ചിട്ടില്ലെങ്കിലും ഈ എക്സസൈസ് കൊണ്ട് പ്രത്യേകിച്ച് ഇഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ഡയബറ്റിക്കുകൾ പലരും ചെയ്യുന്നതാണ്, ഒരു കാര്യം ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു കുറേ എക്സസൈസ് ചെയ്തിട്ട് കുറേ കലോറി ഊർജ്ജങ്ങളൊക്കെ കത്തിച്ച് കളയുന്നുണ്ടാകും. അപ്പോൾ തന്നെ നമ്മൾ ചോറോ അല്ലെങ്കിൽ പൊറോട്ട എന്തെങ്കിലും അതിൻ്റെ ഇരട്ടി വീണ്ടും അകത്തേക്കാവും. ശരീരത്തിന് സാധനം കുറയില്ല, ഷുഗർ കുറയാനൊരു സാധ്യതയില്ല. ആ സമയത്ത് നമ്മൾ ഷുഗർ കഴിക്കുന്നത് നിർത്തിയിട്ട് അല്ലെങ്കിൽ വളരെ കുറച്ചിട്ടോ നമ്മൾ എക്സസൈസ് ചെയ്യാണ്. ഫാറ്റ് കഴിച്ചിട്ടാണെങ്കിൽ ഈ ഫാറ്റ് നമുക്ക് എക്സസൈസ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ മസിൽ മാസായിട്ടൊക്കെ മാറും. പ്രോട്ടീനും ഒക്കെ ആയിട്ട് കൂടുതൽ നമുക്ക് ഹെൽത്തി ആവും. ബോഡി ബിൽഡിങ്ങിനൊക്കെ വന്ന് ഈ ശരീരത്തിലെ ഗ്ലൂക്കോസ് മുഴുവൻ കത്തിപ്പോവും. ഈ പ്രോസസ്സ് വളരെ ഈസി ആയി കിട്ടും. ശ്രമിച്ചു നോക്കൂ. നടക്കുന്ന കാര്യമാണ്, നടക്കാത്ത കാര്യമല്ല. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് പറയുമ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട്. 1.5 മാസമായിട്ടുള്ളൂ, പക്ഷേ അതിനനുസരിച്ച് മാറ്റമുണ്ട്. 4 ഗുളിക കഴിക്കാറുണ്ടായിരുന്നു. എൻ്റെ മെറ്റ്ഫോമിനും ഒരു ഗ്ലൈമിപ്രൈഡും ഗ്ലൈക്ലസൈഡും. അത് കഴിച്ചുകൊണ്ടിരിക്കെ തന്നെ 180-ലായിരുന്നു ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ്. കുറയുന്നില്ലായിരുന്നു, കൂടിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഞാൻ ഇതിനകത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ 1.5 മാസം കൊണ്ട് ഒരു ഗ്ലൈമിപ്രൈഡ്, അതും 2 mg ഉള്ളത് 1 mg കഴിക്കുന്നുണ്ട്. ഷുഗർ 180-ലാണ് നിൽക്കുന്നത്. നമ്മളൊന്നുകൂടി നോക്കണം, ഇനിയും കുറയാൻ സാധ്യതയുണ്ട്. ഇനി കുറഞ്ഞൊരു 110-100 എത്തിക്കഴിഞ്ഞാൽ ഈ ലാസ്റ്റ് ഗുളിക ഒഴിവാക്കാൻ പറ്റുന്നില്ല വിശ്വാസമുണ്ട് എനിക്ക്. കാരണം നമ്മൾ ഗ്ലൂക്കോസ് എടുക്കുന്നില്ല, ഗ്ലൂക്കോസ് കഴിക്കുന്നില്ല, വളരെ കുറച്ച് മിനിമത്തിലേ കഴിക്കുന്നുള്ളൂ. ആകെയുള്ള ഞാൻ പറഞ്ഞ ഈ ഡൗൺ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ രാവിലത്തെ ഗ്ലൂക്കോസ് കൂടുന്ന ഗ്ലൈക്കോജൻ തിരിച്ച് ബ്ലഡിലേക്ക് വരുമ്പോഴുള്ളൊരു ഇൻക്രീസ് ഉണ്ടാവും. നല്ല കാര്യമാണ്, പക്ഷേ അതേ സമയത്ത് അത് കൂടിക്കഴിഞ്ഞാൽ ശരിയല്ല. അപ്പോൾ അത് കൺട്രോൾ ചെയ്തിട്ട് വന്നാൽ മതി. ഒറ്റ കുറക്കേണ്ട കാര്യമില്ല. ഒരു ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് ഒരു 140-150 അതിനരിച്ച് താണ്ടവന്നെ എന്താ വെച്ചാൽ തിരിച്ച് റിവേഴ്സിൽ വന്നുകൊണ്ട് നമ്മൾ ബോഡിയിൽ നിന്നുള്ള സ്റ്റോക്ക് തീർന്നത്. അതിങ്ങനെ കമ്മിയാണ് വന്ന് തീരുന്നത്. ഒറ്റയടിക്ക് 200-300 കഴിയുന്നത് ശരിയല്ല. അപ്പം ചെറിയ ഗുളിക ഒറ്റയടിക്ക് നിർത്തുമ്പോഴാണ് പ്രശ്നം വരുള്ളൂ. ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അങ്ങനത്തെ കാര്യങ്ങൾ, ഡൗൺ സിൻഡ്രോം കുറച്ചൊക്കെ ഉണ്ടായാലും വേഗം കൂടാതെ നോക്കിയാൽ മതി. 200-ൻ്റെ ലെവലൊക്കെ പോകുമ്പോഴാണെങ്കിലും ഗുളിക ഒറ്റയടിക്ക് നിർത്തി ഒരിക്കൽ പ്രശ്നമുള്ളൂ എന്ന് ആദ്യം പറഞ്ഞില്ല. കണ്ടിന്യൂ ചെയ്തൊരിക്കൽ പ്രശ്നം ഉണ്ടാവില്ല. വന്നുകഴിഞ്ഞാൽ കുറച്ചാൽ മതി ഗുളിക. 3 ഗുളികയുള്ളതിന് ആദ്യം ഒരു മാസം കഴിഞ്ഞിട്ട് ഒരു ഗുളിക വെക്കുക, പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് മറ്റൊന്ന് വെക്കുക. 3-ാമത്തെ മാസം 3-ാമത്തെ ഇൻസുലിൻ ഇപ്പോൾ 60 യൂണിറ്റ് എടുക്കുന്നതിനാണെങ്കിൽ ആദ്യത്തെ ദിവസം ഒരു 40 ആക്കുക, പിന്നെ ഒരു 30 ആക്കുക, 20 ആക്കുക. അങ്ങനെ ഒരു 2-3 മാസം കൊണ്ട് കംപ്ലീറ്റ് ഇൻസുലിൻ ഒഴിവായി കിട്ടും. ചെയ്യാവുന്നുള്ളൂ, ശ്രമിച്ചു നോക്കാം. വേറെ ബുദ്ധിമുട്ടൊന്നും ഞാൻ പ്രമേഹ രോഗികളെ സംബന്ധിച്ചിടത്തോളം എന്തും പരീക്ഷിക്കുന്നൊരു മനസ്സുണ്ടാവുക. പക്ഷെ ഒറ്റ കാര്യം പറയാനില്ലെന്ന് വെച്ചാൽ ഒരു മരുന്നും ഇതിന് ഇഫക്റ്റ് ചെയ്യും. എന്ത് ചെയ്തിട്ടും കാര്യമില്ല. കാരണം മരുന്നുകളെല്ലാം ചെയ്യുന്ന പണി ഞാൻ പറഞ്ഞില്ലേ, രക്തത്തിലെ ഗ്ലൂക്കോസിനെ കൊടുക്കാന്നില്ല, അല്ലാതെ പ്രമേഹ രോഗത്തിനല്ല ചികിത്സിക്കുന്ന ഒരു മരുന്നില്ല. അപ്പം ശ്രമിച്ചു.